ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടലക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് കടല ഓവർനൈറ്റ് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 3 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 20 അണ്ടിപ്പരിപ്പ് കുതിർത്തതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം മൂത്ത് വരുന്ന സമയം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. സവാള നന്നായിട്ട് വാടി വരുന്ന സമയം മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം അരച്ചു വെച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റും 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിയിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം.